ചില റിവ്യൂ വീഡിയോസ് കാണുമ്പോണ്ടല്ലോ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഭൂമി കുലുക്കത്തിനും കാരണക്കാർ ഇതേ എൻ്റെ പുറകിലിരിക്കുന്ന ഇവന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇരിക്കുന്നത് മിവിയുടെ ഫോർട്ട് S200 എന്ന് പറഞ്ഞ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത 200 വാട്ടിന്റെ സൗണ്ട് ബാർ ആണ്. എന്തായാലും ഭൂമി കുലുങ്ങിയോ ഇല്ലയോ ഇതിന്റെ റിവ്യൂ ഇട്ട് വന്ന സമയത്ത് ഇതിന്റെ സബ് വൂഫർ നല്ലപോലെ കുലുങ്ങുന്നുണ്ടായി. കൊറിയർ സർവീസിൻ്റെ വളരെ നല്ല ഹാൻഡ്ലിങ് കാരണം സബ് വൂഫറിനകത്തുള്ള സാധനങ്ങൾ വരെയും ഇളകിപ്പോയായിരുന്നു. പിന്നീട് റീപ്ലേസ്മെന്റിന് പോയി. ആൻഡ് എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് റീപ്ലേസ്മെന്റ് യൂണിറ്റ് ആണ്. ഭാഗ്യവശാൽ ഫിസിക്കലി ഇതിന് കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ ആക്ച്വലി യൂട്യൂബർമാർ പറയുന്നത് പോലെ ഇത് അടിപൊളിയാണോ അതോ ചുമ്മാ ഹൈപ്പ് കയറ്റി വിടുവാണോ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. മൂന്ന് ചെറിയ കൺസേൺസും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 200 വാട്ടിൻ്റെ സൗണ്ട് ബാർ ഇവർ ദീപാവലി വരെ ഇവർ 6,999 രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ്. ആ പ്രൈസ് പോയിന്റിൽ 200 വാട്ടിൻ്റെ സബ് വൂഫറോട് കൂടിയിട്ടുള്ള സൗണ്ട് ബാറുകൾ കിട്ടാൻ വളരെ പാടാണ്. അതിലുപരി മിവി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. ആൻഡ് ഈ പ്രൊഡക്റ്റ് ഹൈദരാബാദിൽ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തതും കൂടിയാണ്. സോ ഒരു ചൈനീസ് പ്രൊഡക്റ്റ് അല്ല. ഇത് രണ്ടുമാണ് ഇതിനെ ആക്ച്വലി സ്പെഷ്യൽ ആക്കുന്നത്. യെസ്, ഇത്രയും വലിയ പെട്ടിക്കകത്താണ് സൗണ്ട് ബാർ വരുന്നത്. സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു പെട്ടിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്ക് സൗണ്ട് ബാർ ഉണ്ട്, ഈ ഒരു സബ് വൂഫറിന്റെ പെട്ടിയുണ്ട്, കൂടാതെ നമ്മൾക്കൊരു റിമോട്ട് ലഭിക്കുന്നുണ്ട്. അതിടാൻ വേണ്ടിയിട്ടുള്ള 2 ബാറ്ററീസ് ഉണ്ട്, ഒരു ഓക്സ് കേബിളും ഉണ്ട്, കുറച്ച് യൂസർ മാനുവലും അതേപോലെ വാറണ്ടി കാർഡും. ഇത്രയും സാധനങ്ങളാണ് ബോക്സിന്റെ അകത്തുള്ളത്. സോ സൗണ്ട് ബാർ കയ്യിലെടുക്കുമ്പോൾ തന്നെ സാധനം ഹെവിയാണ്, അത്യാവശ്യം ഡെൻസിറ്റി അല്ലെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിന്റെ ചുറ്റുമുള്ള ബോഡി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഗ്ലോസി പ്ലാസ്റ്റിക്കിലാണെങ്കിലും ഫ്രണ്ടിലുള്ള മെഷ് മെറ്റാലിക് ആണ്. മെറ്റാലിക് മെഷ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് മുട്ടുവാണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചളുങ്ങിയൊക്കെ ഇരിക്കും. ഇത് ഓൾറെഡി ട്രാൻസിറ്റിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചളുങ്ങി വന്നതാണ്. എനിവേസ് മെറ്റാലിക് മെഷ് ആണ്. നടുവിലായിട്ട് മിവിയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഓൺ ആകുമ്പോൾ തന്നെ ഒരു സ്മൈലി കാണാൻ പറ്റും. ഈ സ്മൈലി കണ്ടിട്ട് ബൈ ഡിഫോൾട്ട് ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞ മോഡിലേക്ക് ഓൺ ആയി. അവിടെ ചെറിയൊരു LED ഡിസ്പ്ലേ ആണ്. സൗണ്ട് ബാർ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലാണ്. ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 ബട്ടണുകൾ കാണാൻ പറ്റും. ടച്ച് ബട്ടൺ പോലെ തോന്നുമെങ്കിലും അത് ആക്ച്വൽ ഫിസിക്കൽ ബട്ടൺസ് ആണ്. പവർ ഓൺ ചെയ്യാനായിട്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യാനുള്ള കൺട്രോൾസ് ഒക്കെ അവിടെയുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഇൻപുട്ടുകളാണുള്ളത്? ഒന്ന്, നമുക്ക് പെൻഡ്രൈവുകൾ കത്തി USB-യിൽ പാട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭജനകളോ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ കേൾക്കുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് പെൻഡ്രൈവിൽ നിങ്ങൾ പാട്ട് കയറ്റി ഡയറക്റ്റ് സബ് വൂഫറെ കുത്തി അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് USB പോർട്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു HDMI പോർട്ട് കാണാൻ പറ്റും. HDMI ARC ആണ് നമുക്ക് TV-യിൽ ഡയറക്റ്റ് ആയിട്ട് കുത്താനായിട്ടുള്ളത്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ പഴയ നമ്മുടെ കോയാക്സിയൽ ഇൻപുട്ടില്ലേ അതും ലഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഓക്സ് ഇൻപുട്ടും ലഭിക്കുന്നുണ്ട്. ബോക്സിനകത്ത് ഓക്സ് കേബിൾ ഉണ്ടല്ലോ, അത് കുത്തി നിങ്ങൾക്ക് ഓക്സ് ഇൻപുട്ട് വഴിയും പാട്ട് വെക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻപുട്ടും കൂടെ കാണാൻ പറ്റും. അത് നമ്മുടെ ഊഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ്. സോ ഊഫറിന്റെ വയർ അത്യാവശ്യം നല്ല നീട്ടമുണ്ട്. ഏകദേശം ഒരു 1-2 മീറ്റർ വെക്കുക, ഒരു 2 മീറ്ററോളം നീട്ടമുള്ളൊരു വയറാണ് കൂടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് റെഡിയായി. ഊഫറിന്റെ ഫിസിക്കൽ ഓരോ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് മാത്രം പ്ലാസ്റ്റിക് ആണ്. ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടവും വുഡൻ ആണ്. ആൻഡ് ബാക്ക് സൈഡിൽ നമുക്ക് ആ ഒരു എയർ വെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ വുഡൻ ബോക്സസ് അത്യാവശ്യം വലിയ ബോക്സ് ആണെങ്കിൽ നല്ല പഞ്ചായിട്ടുള്ള ബേസ് തരാനായിട്ട് ടെക്നിക്കലി പറ്റും. ആക്ച്വലി ഉണ്ടോ കേട്ട് നോക്കാം. അതുപോലെ സൗണ്ട് ബാറിന്റെ പുറകിൽ നിങ്ങൾക്ക് വാൾ മൗണ്ട് ചെയ്യാനായിട്ടുള്ള 2 സ്ക്രൂസ് ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ടുള്ള ക്ലാമ്പുകളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഓൺ ആക്കുമ്പോൾ ബ്ലൂടൂത്ത് മോഡിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.1 വെർഷൻ ആണ്. ആൻഡ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാം. ആൻഡ് ഇതിന്റെ കൂടെ വരുന്ന റിമോട്ടിൽ ഈ കാണുന്ന കൺട്രോൾസ് എല്ലാം ഉണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ റിമോട്ട് വഴി തന്നെ നിങ്ങൾക്ക് പ്ലേ പോസ് ചെയ്യാം, വോളിയം കൂട്ടാം കുറയ്ക്കാം, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇനീഷ്യലി ഓൺ ആക്കി പെയർ ചെയ്തു പാട്ട് വെച്ച സമയത്ത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയുള്ളൂ. വലിയൊരു ബേസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നീടാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഒരു റിമോട്ടിനകത്ത് നിങ്ങൾക്ക് ബേസും ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. ബൈ ഡിഫോൾട്ട് ബേസ് 0-ലാണ് കിടന്നിരുന്നത്. അത് കൂട്ടാൻ പറ്റും. 5 ലെവൽ വരെ ഉണ്ട്. 5-ൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ശരിയാണ് അവർ പറയുന്നത് പോലെ തന്നെ ഭൂമി കുലുങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ റൂമിലൊക്കെ വെച്ചാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ ആ റൂമിലുള്ള വിൻഡോസിലുള്ള ചില്ലുകൾ ക്രർ എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്കുള്ള നല്ലൊരു ബേസ് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ ഇതിലും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വയർലെസ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡ് അല്ലാതെ നിങ്ങൾ HDMI വഴിയാണ് അല്ലെങ്കിൽ ഓക്സ് കേബിളൊക്കെ വഴിയാണ് നിങ്ങൾ പാട്ടുകൾ വയ്ക്കുന്നതെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ബേസ്, കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ബേസ് കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും മാനുവലി ഒരു ബേസും ട്രിബിളൊക്കെ എത്ര വെക്കണം എന്നുള്ള ടെക്നിക്കൽ അറിവൊന്നും ഉണ്ടാവില്ല. അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് ഇതിനകത്ത് 3 ഈക്വലൈസേഷൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ മൂവീസ് ആണോ കാണുന്നത്, ന്യൂസ് ആണോ കാണുന്നത്, മ്യൂസിക് ആണോ കേൾക്കുന്നത്, അതിനനുസരിച്ച് ജസ്റ്റ് ഓരോ ഈക്വലൈസർ മോഡുകൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് ട്യൂൺ ചെയ്ത് നിങ്ങൾക്ക് ഓഡിയോ ലഭിക്കും. ഇപ്പൊ നിങ്ങൾ ന്യൂസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വോക്കൽസ് അല്ലേ കൂടുതൽ കേൾക്കേണ്ടത്, അപ്പോൾ ട്രിബിൾ കൂട്ടും, ബേസ് കുറയ്ക്കും. നിങ്ങൾ മ്യൂസിക് ആണ് കേൾക്കുന്നതെങ്കിൽ ഈ ഒരു വോക്കൽസും കേൾക്കണം, ബേസും കേൾക്കണം.
ചെയ്യണം. സോ ട്രെബിളും ബേസും കൂട്ടും. അതുപോലെ മൂവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയലോഗ്സിനൊക്കെ ഭയങ്കര ബേസ് വേണം. സോ ട്രെബിൾ ഒരു പരിധിയാക്കിയിട്ട് ബേസ് കുറച്ചുകൂടെ ഓവർ പവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈക്വലൈസേഷൻ മോഡ്സ് ഓൾറെഡി ഇതിനകത്തുണ്ട്. റിമോട്ടിൻ്റെ അടിയിൽ 3D എന്ന് പറഞ്ഞ ഒരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് 3D ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേയിൽ 3D എന്ന് എഴുതി കാണിക്കുമെന്നല്ലാതെ ആക്ച്വലി വലിയൊരു 3Dയിൽ എന്താണ് ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് അതൊരു ഈക്വലൈസേഷൻ മോഡായിട്ട് അവർ പറഞ്ഞിട്ടുമില്ല. സോ 3D എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ഇതൊരു 2.1 ചാനൽ സൗണ്ട് ബാർ ആണ്. സോ 2.1 എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ആണ്. ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സബ് വൂഫർ ഉണ്ട്, അതാണ് 2.1. ഓക്കെ, ഈ സ്പീക്കറിൻ്റെ സൗണ്ട് ടെസ്റ്റ് വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം. പക്ഷേ ആക്ച്വലി ഞാൻ ഫീൽ ചെയ്യുന്ന ആ ബേസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മൈക്രോഫോൺ ഫ്രീക്വൻസിയും അതും ഡിഫറൻ്റ് ആയതുകൊണ്ട് അത്രയൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ആക്ച്വൽ ഓഡിയോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പറ്റൂ. ബട്ട് ഓവറോൾ ഇറ്റ്സ് വെരി ഗുഡ്. ആ സൗണ്ട് ക്വാളിറ്റി വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് 3 കൺസേൺസ് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൂ. എന്തായാലും ഒന്നാമത്തേത്, ഇതിൽ പലതരം മോഡുകളുണ്ട്. ഈ മോഡുകൾ മാറ്റാനായിട്ട് റിമോട്ടിനകത്ത് ഇൻപുട്ട് മാറ്റാം, അല്ലെങ്കിൽ സൈഡിലുള്ള ബട്ടൺ ഞെക്കി ഇൻപുട്ട് മാറ്റാം. പക്ഷേ നിങ്ങളിത് ഒരു മോഡിലാണ്. ഇപ്പോൾ നിങ്ങൾ TV-യിൽ കണക്ട് ചെയ്തു HDMI-ലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിന്നെ TV-യും ഈ ഒരു സൗണ്ട് ബാറൊക്കെ ഓഫാക്കിയിട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ ഓൺ ആക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ബ്ലൂടൂത്ത് മോഡിലായിരിക്കും വന്ന് കിടക്കുന്നത്. സോ നിങ്ങൾ റിമോട്ട് എടുത്തിട്ട് വീണ്ടും HDMI മോഡിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉള്ള സ്റ്റേറ്റ് റിമെമ്പർ ചെയ്യാനുള്ളൊരു പരിപാടിയില്ല. ഓരോ പ്രാവശ്യം ഓൺ ആക്കുമ്പോഴും ബ്ലൂടൂത്തിലേക്ക് തന്നെ വരും. അത് നിങ്ങൾ മാറ്റണം. പിന്നെ രണ്ടാമത്, ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഓഫാക്കുന്ന സമയത്തൊക്കെ പവർ ഓൺ, പവർ ഓഫ്, ഈക്വലൈസർ എന്നൊക്കെ പറയുന്ന ശബ്ദം ഒരു പൊടിക്ക് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കുറച്ചുകൂടെ സൗമ്യമായിട്ട് പറയായിരുന്നു. ആൻഡ് മൂന്നാമത്തത്, ഇവർ ബേസ് അല്ലെങ്കിൽ ബാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തിലും നല്ല പഞ്ചിയായിട്ടുള്ള ബേസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര സന്തോഷമാവും. പക്ഷേ ട്രെബിളിനെ വെച്ച് നോക്കുമ്പോൾ ബേസ് കുറച്ച് കൂടുതലായതുകൊണ്ട് പലപ്പോഴും ഈ ഒരു സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഓഡിയോയുടെ ക്ലാരിറ്റിയിലും, അതായത് ഏതൊരാൾ സംസാരിക്കുമ്പോൾ പോലും അതിനകത്തൊരു എക്സ്ട്രാ ബേസ് ഉള്ള പോലെ തോന്നും. സോ നിങ്ങൾക്ക് ബേസേ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് കുറച്ച് കൂടുതലാണല്ലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ബേസ് ലവറാണ് എന്നുണ്ടെങ്കിൽ അടിപൊളി. സോ ഫൈനലി എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. 6,999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു സൗണ്ട് ബാർ കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വെർത്താണ്. പിന്നീട് അത് 10,000 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഓഫർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ഈ പ്രൈസ് പോയിന്റിൽ, ദീപാവലി വരെയുള്ള പ്രൈസ് പോയിന്റിൽ ആബ്സല്യൂട്ട്ലി വെർത്താണ്. ഈ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു 699 അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.